ഇന്ന് അക്ഷരഭൂമികയിലെ അതിഥി വയനാടിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ ജുനൈദ് കൈപ്പാണി എന്ന പൊതുപ്രവർത്തകനാണ്. വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ജുനൈദ് കൈപ്പാണി എന്ന വ്യക്തിയുടെ എഴുത്തിന്റെ ലോകം നേരറിവുകളുടെയും വിജ്ഞാനത്തിന്റെയും ആകെ തുകയാണ്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ജുനൈദിന് വായന ജീവിത നേട്ടത്തിന്റെ സഹയാത്രികനാണ്. നിരവധി സംഘടനകളുടെ പ്രസ്ഥാനങ്ങളുടെ നേതൃസ്ഥാനം വഹിക്കുന്ന ജുനൈദിന് എഴുത്ത് ഗൌരവമേറിയ ജോലിയാണെന്ന ബോധ്യമുണ്ട്. അതുകൊണ്ടാകാം പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ ഓരോന്നും വിജ്ഞാനപ്രദമാണ്. രാഷ്ട്രീയ രംഗത്ത് ഭാരിച്ച ഉത്തരവാദിത്തം ജുനൈദിനുണ്ട്. കാരണം ജനതാദൾ എസിന്റെ ദേശീയ സെക്രട്ടറിയാണ് അദ്ദേഹം. വ്യക്തിത്വ വികാസം പ്രമേയമാക്കി രചിച്ചിട്ടുള്ള പുസ്തകങ്ങൾക്ക് പുറമെ യാത്രാവിവരണങ്ങളും പഠനങ്ങളുമടക്കം രചനകൾ വൈവിധ്യമേറിയവയാണ്. മികച്ച പൊതുപ്രവർത്തകനുള്ള അവാർഡ്, ശ്രീനാരായണ ഗുരു സാംസ്കാരിക പരിഷത്ത് പുരസ്കാരം തുടങ്ങിയവയെല്ലാം വ്യക്തിമികവിന്റെ അടയാളങ്ങളാണ്. നാടിന്റെ വികസന മുന്നേറ്റങ്ങളും ചലനങ്ങളും അറിയാനായി നടത്തിയ അഭിമുഖ സംവാദങ്ങളുടെ വെളിച്ചത്തിൽ തയ്യാറാക്കിയ പഠനഗ്രന്ഥമായ വികേന്ദ്രീകൃതാസൂത്രണം ചിന്തയും പ്രയോഗവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കിടയിലും ഇനിയുമേറെ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ രചിക്കാനാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് അക്ഷര ഭൂമികയിലേക്ക്. വയനാടിൻ്റെ അക്ഷരഭൂമികയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് വയനാടിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായ ഒരു ചെറുപ്പക്കാരനാണ്. ഒരുപക്ഷെ വയനാട്ടിൻ്റെ ആസ്വാദകർ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ എത്രമാത്രം അറിയും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്നാൽ പോലും മഹാഭൂരിപക്ഷത്തിനും ഒരു പരിധിവരെ അറിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ പ്രിയപ്പെട്ട ജുനൈദ് കൈപ്പാണിയാണ്. ജുനൈദ്, സ്വാഗതം. ഓക്കെ, താങ്ക് യു. സന്തോഷമുണ്ട്. വളരെ തിരക്കുകൾക്കിടയിലാണ് മലനാടിൻ്റെ അക്ഷരഭൂമിക എന്ന ഈ പരിപാടിയിലേക്ക് കടന്നു വരുന്നത്. അക്ഷരഭൂമികയിൽ എഴുത്തുകാരെയാണ് ഭൂരിഭാഗവും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സന്തോഷമെന്ന് ഞാൻ പറയാൻ കാരണം സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനും ഒക്കെ കൂടെ ഒരു വലിയ എഴുത്തുകാരനായി വരേണ്ട, ഇപ്പോൾ തന്നെ എഴുത്തുകാരനാണ്, എന്നാൽ പോലും ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ കാലങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ എഴുത്തുകാരനായി മാറുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മുന്നിലിരിക്കുന്നത്. ഞാൻ ചോദിച്ചു തുടങ്ങുന്നത്, നിരവധി സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഈ എഴുത്തിൻ്റെ ലോകത്തേക്ക് കടന്നു വന്നത്? എഴുത്ത് എന്ന് പറയുന്നത് കൃത്യമായി നമ്മൾ ജാഗ്രതയോടുകൂടി ഒരു ദിവസം തീരുമാനിച്ച് നടക്കുന്ന അല്ലെങ്കിൽ തുടങ്ങുന്നൊരു പ്രക്രിയയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് വളരെ സ്വാഭാവികമായി ഏതൊക്കെയോ ഘട്ടങ്ങളിൽ നമ്മളിൽ വന്നു ചേർന്ന ഒരു സവിശേഷതയായി മാത്രമേ ഞാനതിനെ വിലയിരുത്തുന്നുള്ളൂ. ഏതായാലും വളരെ സന്തോഷം തോന്നുന്നു. ഒരു എഴുത്തുകാരൻ എന്ന് അഭിസംബോധന ചെയ്ത് നമ്മളെ സമീപിക്കുമ്പോൾ അതൊരു സ്വാഭാവികമായ സന്തോഷത്തിൻ്റെ കാരണം തന്നെയാണ്. കാരണം ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിരീക്ഷണമുണ്ട്. കാരണം വയനാട് ജില്ലയിൽ നിരവധി എഴുത്തുകാരുണ്ട്. ഒരു പക്ഷേ മറ്റേതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് എഴുത്തിനെ മാറ്റി നിർത്തുന്നില്ല. അതുകൊണ്ടാണ് താങ്കളെ സമീപിക്കുന്നത്. ഈ വിദ്യാഭ്യാസ കാലഘട്ടം, പ്രത്യേകിച്ചും ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ എങ്ങനെയായിരുന്നു? നിരവധി മേഖലകളിലൊക്കെ, പ്രത്യേകിച്ചും ഈ സാഹിത്യരംഗത്തും കലാരംഗത്തുമൊക്കെ എത്രമാത്രം പ്രവർത്തനങ്ങളിലൂടെയാണ് കടന്നു വന്നത്? LP UP സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഇത്തരം മേഖലകളിലേക്കൊന്നുള്ളൊരു അഭിരുചിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളോ ഉണ്ടോ എന്ന് എൻ്റെ ഉപബോധ മനസ്സിനോട് ഞാൻ ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൈസ്കൂൾ കാലഘട്ടത്തിലാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ആ ഘട്ടത്തിൽ കൂടുതൽ വായിക്കണമെന്നും കൂടുതൽ അറിയണമെന്നും പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി മാറണമെന്നുമൊക്കെ ഉള്ളൊരു ഉത്കടമായ ആഗ്രഹം സ്വാഭാവികമായ വായനയിലേക്ക് എന്നെ നയിച്ചു. നമ്മളിപ്പോൾ ഇവിടെ ഈ അഭിമുഖം നടത്തുന്ന ലൈബ്രറി ഒരുപക്ഷെ നമ്മളെ കാണുന്ന ആളുകൾക്ക് ഒരു സംശയം വന്നേക്കാം, ഇത് എവിടെയാണ്? ഇതാണ് വെള്ളമുണ്ട പബ്ലിക് ലൈബ്രറി, വയനാട്ടിലെ വളരെ പ്രശസ്തമായ ലൈബ്രറി. യെസ്, വയനാട്ടിലെ പ്രശസ്തമാണ്, അതോടൊപ്പം പുരാതനമാണ്. 1936 സ്ഥാപിതമായ ഒരു ലൈബ്രറിയാണ്. ഈ ലൈബ്രറിയിൽ ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് 12ാമത്തെ വയസ്സിൽ ഇവിടെ മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരാളാണ് ഞാൻ. അന്ന് മെമ്പർഷിപ്പ് എടുത്തു.
എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ എടുത്ത ആദ്യത്തെ പുസ്തകം മഹച്ചരിതമാലയിലെ കുറേ ലീഡേഴ്സിൻ്റെ പുസ്തകങ്ങളായിരുന്നു. പൊളിറ്റിക്കൽ ലീഡേഴ്സിന്, ഇന്ത്യയിലെ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ പുസ്തകങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിലെ പ്രഗത്ഭരായ രാഷ്ട്രീയക്കാരുടെ ചരിത്രവും അവരുടെ നാൾവഴികളൊക്കെ പഠിക്കാനുള്ള ഒരു കൗതുകം എന്നെ സംബന്ധിച്ചുണ്ടായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ വൈജ്ഞാനിക സാഹിത്യത്തോട് താല്പര്യമുള്ളൊരു വായനക്കാരനാണ് ഞാൻ. പൊതുവിൽ വൈജ്ഞാനിക ചരിത്രവും ഗവേഷണവും പഠനങ്ങളും അതോടൊപ്പം പിന്നെ മറ്റനുബന്ധ കാര്യങ്ങളൊക്കെയുള്ള വൈജ്ഞാനിക സാഹിത്യവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളായിരുന്നു കൂടുതൽ വായിക്കാറുള്ളത്. ഇപ്പോഴും രചനകളും അത്തരത്തിലുള്ളതാണ്. സർഗാത്മക സാഹിത്യം എന്നതിലുപരി വൈജ്ഞാനികമായിട്ടുള്ള സാഹിത്യമാണ് കൂടുതലായിട്ട് യാത്രാവിവരണങ്ങളടക്കമുള്ള അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പുകളടക്കമുള്ള. അപ്പോൾ അത്തരം എഴുത്തിലേക്ക് കടന്നു വന്ന ആ ഒരു സാഹചര്യം സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പം എന്നെ സംബന്ധിച്ച് പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു അഭിരുചിയും ഹൈസ്കൂൾ കാലഘട്ടത്തിൽ തന്നെ എന്നിൽ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം പൊതുപ്രവർത്തകൻ സ്വാഭാവികമായും അവൻ്റെ ഇടങ്ങളെക്കുറിച്ച്, അവൻ്റെ സമൂഹത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളായി മാറണം. അപ്പം വയനാട്ടിലെ കുടിയേറ്റ ചരിത്രത്തെക്കുറിച്ചൊക്കെ നന്നായി ഒരു പഠനം നടത്താനും അതിനെക്കുറിച്ച് നന്നായി വായിക്കാനുമൊക്കെയുള്ള ശ്രമങ്ങൾ ഞാൻ അന്ന് നടത്തിയിരുന്നു. അതായത് വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ. അപ്പം എൻ്റെ ആദ്യത്തെ പുസ്തക രൂപത്തിൽ ഒരു സൃഷ്ടി വരുന്നത് വയനാടൻ വഴികൾ എന്ന് പറയുന്ന ഒരു പുസ്തകം. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എഴുതുന്ന ഒരു പുസ്തകമാണ് ആദ്യമായി പുസ്തക രൂപത്തിൽ ഇറങ്ങുന്നത്. വയനാടൻ വഴികൾ, വയനാട്ടിലേക്ക് വന്ന കുടിയേറ്റക്കാരുടെ ഒരു ചരിത്രം, അതുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൻ്റെ വയനാട്ടിലേക്കുള്ള കുടിയേറ്റത്തെക്കുറിച്ചാണ് ഞാൻ ആ പുസ്തകത്തിൽ കൂടുതൽ പരാമർശിക്കുന്നത്. വയനാട്ടിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ, വയനാട്ടിലെ മുക്കിലും മൂലയിലും ഒട്ടേറെ 400 വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിലേക്ക് വന്ന പിന്നെ അറബിയിൽ നിന്നും അതുപോലെ മറ്റിതര ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന പഴയ പണ്ഡിതന്മാരൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ് ഞാൻ നടത്തിയത്. അങ്ങനെ സത്യത്തിലൊരു വയനാട്ടിലെ മുസ്ലിം കുടിയേറ്റത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഈ വയനാടൻ വഴി എന്ന് പറയുന്ന പുസ്തകം പരാമർശിക്കുന്നത്. അവിടെയാണ് ഞാൻ ആദ്യമായി ഒരു പുസ്തക രൂപത്തിലൊരു ഒന്ന് എഴുതുന്നത്. സ്വാഭാവികമായിട്ടും നല്ലൊരു വായനക്കാരനാണ് എന്ന് ബോധ്യപ്പെട്ടു. കാരണം 8ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ലൈബ്രറിയിൽ അംഗമാകുന്നു, വായനയുടെ ലോകത്തേക്ക് കടന്നു വരുന്നു. വായന വിശാലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും പ്രത്യേക എഴുത്തുകാരുടെ സ്വാധീനം നമ്മുടെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു ചെറിയ തിരുത്ത്, ഞാനൊരു വലിയ വായനക്കാരനാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, വിശാലമായ വായനക്കാരനാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അത്യാവശ്യം വായിക്കും. ആ പരിമിതമായ വായനക്കാരുടെയും എളിമ സ്വാഭാവികമായിട്ടും സത്യസന്ധമായി പറഞ്ഞതാണ്. അതൊരു യാഥാർത്ഥ്യവുമാണെന്ന് തോന്നുന്നു. ഏതായാലും പിന്നെ അങ്ങനെ വായനയോടുള്ള അഭിരുചിയും അതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ, നമ്മൾ നിരീക്ഷണം നടത്തി കണ്ടെത്തിയ കാര്യങ്ങൾ അത് ക്രോഡീകരിക്കണമെന്ന ഒരു അതിയായ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ്, അതൊന്ന് അടയാളപ്പെടുത്തണമെന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ എഴുതാൻ തുടങ്ങിയത്. നമ്മൾ വായിച്ച കാര്യങ്ങൾ, അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ നമ്മുടേതായ നിരീക്ഷണങ്ങൾ അത് അടയാളപ്പെടുത്തി പോകണമെന്നൊരു ആഗ്രഹമാണ്. പ്രത്യേകിച്ച് ആരുടെയും സ്വാധീനമൊന്നും ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് സ്വാധീനമോ അല്ലെങ്കിൽ മറ്റൊന്നുമില്ല. പക്ഷെ നേരെ മറിച്ച് പിന്നെ എന്നെ സംബന്ധിച്ച് എഴുത്തുകാരുടെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ MP വീരേന്ദ്രകുമാർ നിങ്ങൾക്കൊക്കെ അറിയാം. പിന്നെ ഞാൻ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നതും അതിലാകൃഷ്ടനായതുമൊക്കെ പ്രിയപ്പെട്ട MPVയുടെ ദീപ്തസ്മരണകൾക്ക് മുന്നിൽ ആദരവുകൾ കൂടെ സൂചിപ്പിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ഞാനത് കൃത്യമായി വായിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗാട്ടും കാണാച്ചരടും അതേപോലെയുള്ള നിരവധി രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച് അതിൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച അങ്ങനെയുള്ള കുറേ പുസ്തകങ്ങൾ, വൈജ്ഞാനിക സാഹിത്യത്തിന് വലിയ സംഭാവന നൽകിയ ഒരു രാഷ്ട്രീയക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ഒരു വീരേന്ദ്രകുമാറിനെ നമുക്ക് വയനാട്ടുകാർക്ക് മാത്രമല്ല താങ്കളുടെ പ്രിയപ്പെട്ട നേതാവ് കൂടിയാണ്. തീർച്ചയായിട്ടും. അപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെതായ കുറേ എക്സ്ക്ലൂസീവായിട്ടുള്ള സവിശേഷതകൾ, അതൊക്കെ സത്യത്തിൽ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ എന്നെ ആകർഷിച്ച ഒന്നാണ്. അങ്ങനെ
ഒരുപക്ഷെ അദ്ദേഹത്തോടുള്ള ഒരു താല്പര്യമാവാം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ഇത്രയേറെ പെട്ടെന്ന് എന്നെ അടുപ്പിക്കാനും പ്രചോദനമായ കാര്യം. രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് നമുക്കിവിടെ അവസരമില്ലാത്തതുകൊണ്ടാണ്. കാരണം പറഞ്ഞാൽ കുറേ ഉണ്ടാകും. പ്രത്യേകിച്ച് എഴുത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ വരുന്നുള്ളൂ. എങ്കിൽ പോലും അത് നിങ്ങൾക്ക് അതിൽ കൂട്ടി വായിക്കുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഒരുപക്ഷെ ജുനൈദ് കൈപ്പാണി എന്ന വ്യക്തിയുടെ മുന്നിലിരിക്കുമ്പോൾ ഇത്തരം തത്വങ്ങളൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് വ്യക്തിത്വ വികാസത്തിനുള്ള തത്വങ്ങളൊക്കെ പറയുമ്പോൾ, ഈ ജുനൈദ് കൈപ്പാണിയുടെ ബിരുദവും കൂടി അതിനോട് കൂട്ടി വായിക്കാൻ കഴിയുമോ? ബിരുദം, അതെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എന്നെ സംബന്ധിച്ച് ഇത്തരം മേഖലകളിൽ വലിയ താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ MSc സൈക്കോളജിയും അതേപോലെ ഡിപ്ലോമ ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഇത്തരം കുറേ കോഴ്സുകൾ പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വായന നടത്തുകയൊക്കെ ചെയ്തത് അതിനോടുള്ള താല്പര്യം കൊണ്ടാണ്. ഒന്ന്, നമുക്ക് വ്യക്തിപരമായി ഒരു മാനസിക ഉദ്ഗതി ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നമ്മളുമായി നമ്മുടെ ചുറ്റുമുള്ള മറ്റുള്ളവർക്ക് കൂടി അത് പകർന്നു കൊടുക്കുക എന്നുള്ള വളരെ ബോധപൂർവമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് അത്തരം വായനകൾ നടത്തിയത്. നിരവധി സംഘടനകളുടെയും അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ജുനൈദിനെ ഞാൻ നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ അത് ഇവിടെ പറഞ്ഞാൽ തീരാത്ത അത്രയുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് രാപ്പാർത്ത നഗരങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അപ്പോൾ കേവലം വയനാട്ടിൽ ഒതുങ്ങിയിരുന്നില്ല. താങ്കളുടെ യാത്രയും അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള യാത്രകളൊക്കെ മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ രാപ്പാർത്ത നഗരങ്ങൾ. രാപ്പാർത്ത നഗരങ്ങൾ അത്ര വിശാലമായ ഒരു പുസ്തകമല്ലെങ്കിൽ പോലും ഞാൻ സഞ്ചരിച്ച ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ അനുഭവങ്ങൾ, ഇന്ത്യക്കകത്തുള്ള നഗരങ്ങളിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ, അവിടുത്തെ വൈവിധ്യങ്ങൾ, അവിടുത്തെ സവിശേഷതകൾ, എന്നെ സംബന്ധിച്ച് ശ്രദ്ധിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് രേഖപ്പെടുത്തണമെന്ന് തോന്നി. അങ്ങനെ രേഖപ്പെടുത്തി. അതെനിക്ക് തോന്നുന്നു കോവിഡ് കാലത്താണ് ഞാനത് എഴുതുന്നത്. കോവിഡ് കാലത്ത് നമ്മളൊക്കെ വീട്ടിലിരിക്കുന്ന ആ സമയത്ത് യാത്ര ചെയ്ത ഇടങ്ങളിലെ ഓർമ്മകൾ തിരിച്ചു പിടിച്ച് അതൊന്ന് ക്രോഡീകരിച്ചതാണ് ഈ രാപ്പാർത്ത നഗരങ്ങൾ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം തന്നെ, ഡൽഹി, ബോംബെ, അതേപോലെ ബാംഗ്ലൂർ. അത് ജോലി സംബന്ധമായാണോ അല്ലാതെയുള്ള യാത്ര? അത് ജോലി സംബന്ധമായിട്ടുള്ളതുമുണ്ട്, അല്ലാത്തതുമായതും അതിൽ പരാമർശിച്ചിട്ടുണ്ട്. ഏതായാലും നഗരങ്ങളിൽ, ഇന്ത്യയിലെ നഗരങ്ങളിലെ അനുഭവങ്ങൾ ഒന്ന് അടയാളപ്പെടുത്തണമെന്ന് തോന്നി. അത് ഓർമ്മകളിൽ നിന്ന് എഴുത്തിലൂടെ പ്രതിഫലിപ്പിച്ചു എന്ന് മാത്രമേ. അക്ഷരഭൂമികയിൽ വയനാട്ടിലെ നിരവധി സാഹിത്യകാരന്മാരുമായിട്ട് സംവദിക്കുമ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തങ്ങളുടെ എഴുത്തിന് ശക്തി പകർന്നൊരു കാലഘട്ടം കോവിഡ് കാലഘട്ടമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ജുനൈദിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാലഘട്ടം എഴുത്തിന് വേണ്ടി കൂടുതൽ ചെലവഴിച്ചു, വായനയ്ക്ക് വേണ്ടി കൂടുതൽ ചെലവഴിച്ചു. അത് ആ ഒരു കാലഘട്ടം എഴുത്തിന് വേണ്ടി കൂടുതൽ ചെലവഴിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എഴുതാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. പിന്നെ വായനക്കാണ് നമ്മൾ കൂടുതൽ സമയം ചെലവഴിച്ചത്. വായന അത് നമ്മൾ പറയേണ്ടതില്ല. ഏതായാലും അത്തരത്തിലുള്ള മേഖലകളിലൊക്കെ ഒന്ന് ഈ അടുത്ത് ഒരുപക്ഷെ ഞാനതിനെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം നമ്മുടെ ത്രിതല സംവിധാനങ്ങളൊക്കെ കാലഘട്ടങ്ങളായി നമ്മുടെ ഇന്ത്യയിലൊക്കെ വേരോടി തുടങ്ങിയിട്ട്, പക്ഷെ അതിൻ്റെ ഒരു പൂർണ്ണതയെക്കുറിച്ച് സാമാന്യ ജനങ്ങൾക്ക് വലിയ ബോധമൊന്നുമില്ല. സാമാന്യ ജനങ്ങൾക്ക് മാത്രമല്ല, ഒരുപക്ഷെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുന്ന പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ബോധ്യമൊന്നുമുണ്ട് എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോഴാണ് വികേന്ദ്രീകൃത ആസൂത്രണം, ചിന്തയും പ്രയോഗവും എന്ന് പറയുന്ന ഒരു പുസ്തകം ഈ അടുത്ത് പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ പിന്നിൽ വലിയ പ്രയത്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെക്കുറിച്ചൊന്ന്. വികേന്ദ്രീകൃത ആസൂത്രണം, ചിന്തയും പ്രയോഗവും ഇപ്പോൾ നമ്മുടെ ടേബിളിൽ തന്നെ ഉണ്ട്. ഇത് എന്നെ എഴുതാൻ പ്രചോദിപ്പിച്ചത് മറ്റൊന്നുമല്ല, എൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലക്ക് വളരെ കുറഞ്ഞ കാലത്ത് എൻ്റെ അനുഭവം, ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു പോകണമെന്ന് അതിയായി ഞാൻ ആഗ്രഹിച്ചു. ജനകീയാസൂത്രണം നമുക്ക് നൽകിയത് വലിയൊരു മുന്നേറ്റമാണ്. നമ്മുടെ ജനാധിപത്യത്തിന് നൽകിയിരിക്കുന്നത് വലിയൊരു മുന്നേറ്റമാണ്. ആ മുന്നേറ്റം അതിൻ്റെ ഒരു പരിപൂർണതയിലേക്ക് എത്തണമെങ്കിൽ കുറേ പരിമിതികൾ നമ്മൾ അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ പരിമിതികൾ എന്താണ് എന്ന് കൃത്യമായി അഭിസംബോധന ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരം പരിമിതികളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി നടത്തിയ
ഒരു ശ്രമമാണ് സത്യത്തിൽ ഈ വികേന്ദ്രീകൃത ആസൂത്രണം ചിന്തയും പ്രയോഗം എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ അതിനുവേണ്ടി ഞാനെടുത്ത ഒരു സമീപനം എന്ന് പറയുന്നത് വയനാട് ജില്ലയിൽ ടോട്ടൽ ഗ്രാമം, ബ്ലോക്ക്, ജില്ല, അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി, ഇങ്ങനെ ത്രിതല സംവിധാനങ്ങളിൽ വയനാട്ടിലെ ആകെ ജനപ്രതിനിധികൾ, അതായത് 582 ജനപ്രതിനിധികളാണ് വയനാട് ജില്ലയിലുള്ളത്. അതായത് പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ള. അതെ, പഞ്ചായത്ത് മെമ്പർമാർ, 23 പഞ്ചായത്ത് മെമ്പർമാർ, 4 ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, 3 മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ, അതേപോലെ ജില്ലാ പഞ്ചായത്തിലെ 16 മെമ്പർമാർ, ഇങ്ങനെ 582 ജനപ്രതിനിധികളാണ് വയനാട്ടിലുള്ളത്. ഇവരെല്ലാവരെയും ഒരാളെപ്പോലും ഒഴിവാക്കാതെ ഒരു 6 മാസം, സമയബന്ധിതമായ ഒരു 6 മാസം കൊണ്ട് നേരിൽ പോയി കാണുകയും അവർക്കൊരു മുൻകൂട്ടി തയ്യാറാക്കിയൊരു ക്വസ്റ്റ്നെയർ കൈമാറുകയും ആ ക്വസ്റ്റ്നെയർ അവരെ കൊണ്ട് ഫില്ലിച്ചു വാങ്ങിക്കുകയും അങ്ങനെ അവരുമായി നടത്തിയ സംവാദങ്ങൾ, അവരുമായി നടത്തിയ ചർച്ചകൾ, അവരുമായി നടത്തിയ ആശയവിനിമയങ്ങളിൽ നിന്ന് രൂപപ്പെട്ട കുറേ കാര്യങ്ങൾ, ആശയങ്ങൾ, അതൊക്കെ സ്വാംശീകരിച്ച് ക്രോഡീകരിച്ച് രേഖപ്പെടുത്തിയ പൊതുപ്രവർത്തന രംഗത്ത് പിന്നെ ജനപ്രതിനിധി എന്നുള്ള ഒരു വലിയ വിഭാഗത്തിന് പ്രയോജനം ചെയ്യുന്ന കുറേ കണ്ടെത്തലുകളാണ് ഈ വികേന്ദ്രീകൃത ആസൂത്രണം. ഈ ഒരു സഞ്ചാരം നിസ്സാരമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം 582 ജനപ്രതിനിധികളെ നേരിട്ട് പോയി കണ്ടു എന്ന് താങ്കൾ എൻ്റെ മുന്നിലിരുന്ന് പറയുമ്പോൾ എല്ലാവരും അത് വിശ്വസിച്ചുകൊള്ളുന്നില്ല. അതിന് വിശ്വാസയോഗ്യമായിട്ടുള്ള എന്തെങ്കിലും താങ്കൾക്ക് നൽകാൻ കഴിയും? ഈ 582 ആളുകളെ നേരിൽ പോയി കാണുമ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്നെയർ കൊടുക്കുന്നൊരു ഇമേജ് ഉണ്ട്, ഒരു ചിത്രമുണ്ട്. അത് ഞാൻ എല്ലാ 582 ആളുകളെ കയ്യിലും ക്വസ്റ്റ്നെയർ കൊടുക്കുന്ന സമയത്ത് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ അതേപോലെ ഞാൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ഞാൻ സംവദിക്കുന്ന ആ മെമ്പർമാരുടെ ഡീറ്റെയിൽസ്, അവരെ വാർഡ്, അവരെ പഞ്ചായത്ത്, അവരുടെ ഡെസിഗ്നേഷൻ, ഇത് അപ്ലോഡ് ചെയ്ത എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജുണ്ട്. അതിനൊരു വലിയ പ്രചാരണമൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ ഒരു ഗ്രാമസ്പന്ദനം എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ്, ഈ നമ്മുടെ ഈ സംസാരം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാമസ്പന്ദനം നടിച്ചാൽ ആ ഫേസ്ബുക്ക് പേജ് കാണാൻ സാധിക്കും. ഞാനൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലല്ല ചോദിച്ചത്. അല്ലല്ല, അതൊരു ആധികാരികതയ്ക്ക് വേണ്ടി പ്രയോജനം. 582 എന്ന് പറയുന്നത് നിസ്സാരമല്ല, കേൾക്കുന്നവർക്ക് ആധികാരികമായ മറുപടിയാണ്. കാരണം ഈ ഒരു കാലഘട്ടം ചുരുക്കമാണ്. അതിനിടയിൽ ഇത്രയും വയനാടിന്റെ എല്ലാ ഗ്രാമങ്ങളിലെയും സഞ്ചരിച്ച് അത്തരത്തിലുള്ളൊരു കാര്യം തയ്യാറാക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ലാത്തതുകൊണ്ടാണ്. അല്ല, ആ ചോദ്യം എനിക്ക് മനസ്സിലായി. അത് താങ്കൾക്ക് വേണ്ടി ചോദിച്ച ചോദ്യമല്ല, ഇത് കാണുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും സംശയം വന്നാൽ അത് ക്ലിയർ ആയിക്കോട്ടെ എന്ന് കരുതി സതുദ്ദേശപരമായി ചോദിച്ചൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒതന്റിക് ആയതിന് മറുപടി പറയുകയും ചെയ്തത്. ഏതായാലും അതൊക്കെ ഇപ്പം പഴയ പോലെയല്ല. രാഷ്ട്രീയക്കാർക്കും ജനപ്രതിനിധികൾക്കൊന്നും ആധികാരികമല്ലാത്തത് പറയാനോ എഴുതാനോ കഴിയില്ല. എല്ലാം എല്ലാവർക്കും അറിയാം, എല്ലാം എല്ലാവരും കാണുന്നു എന്ന ബോധ്യത്തോടു കൂടി ആയിരിക്കണം നമ്മുടെ സംസാരവും പെരുമാറ്റവും ശൈലിയും സംവാദങ്ങളും ഒക്കെ നടക്കേണ്ടത്. അപ്പോൾ ആ ഒരു ബോധ്യം നമുക്കൊക്കെ ഉണ്ടാവണം എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കാം. എന്നാൽ ആ ഒരു ബോധ്യപ്പെടൽ നിർബന്ധമായിട്ടും പുതിയ കാലഘട്ടത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും വേണം എന്നുള്ളത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള വ്യക്തി പറയുന്നതിൽ അർത്ഥമുണ്ട്. കാരണം ഇന്ന് നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങളൊക്കെ അത്രമാത്രം ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമാണല്ലോ. ആ ഒരു ചോദ്യത്തിന് വളരെ നല്ലൊരു മറുപടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു വാചകമുണ്ട്. ഒരു ചെടിക്ക് നനവ് ആവശ്യമാണ്, അതേപോലെ ഒരു ആശയത്തിന് പ്രചാരണവും ആവശ്യമാണ്. ഒരു ചെടിക്ക് നനവ് എങ്ങനെയാണോ അത്യന്താപേക്ഷിതമായി തീരുന്നത്, അതുപോലെയാണ് ഒരു ആശയത്തിന് പ്രചാരണം അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ, നമ്മൾ മുന്നോട്ട് വെക്കുന്ന നമ്മുടെ പ്രത്യയശാസ്ത്രം, അതിന് ഒരു പ്രചാരണം കൊടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി ആ സമീപനം 100% ശരിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു പ്രവർത്തന ശൈലി, നമ്മുടെ ഒരു ജനങ്ങളെ സമീപിക്കുന്ന രീതി, നമ്മൾ ജനങ്ങളുമായി സംവദിക്കുന്നത്, ഇതൊക്കെ നമുക്ക് വോട്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മളെ നാമാക്കിയ കുറേ ജനങ്ങൾ ഈ നാട്ടിലുണ്ട്. അവർക്കിടയിൽ ഇന്നതൊക്കെ രൂപത്തിൽ നമ്മൾ ഇടപെടുന്നുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്തം മാത്രമല്ല, ഒരു ജനാധിപത്യ ദൗത്യം കൂടിയാണ്.
അപ്പം നമ്മുടെ ആശയങ്ങൾക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കുമൊക്കെ നമ്മുടെ വോട്ടർമാർക്കിടയിൽ പ്രചാരണം കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് മുന്നിലൂടെ കടന്നു പോകാൻ, അല്ലെങ്കിൽ നമ്മളെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ആളുകളെ നമ്മളിവിടെ ഉണ്ട് എന്ന് അറിയിക്കേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയായിട്ട്, ഒരു ജനാധിപത്യ ദൗത്യമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരൊക്കെ സോഷ്യൽ മീഡിയ അവർക്ക് ആശയവിനിമയം നടത്താനും സംവദിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു ആത്മരതിക്ക് വേണ്ടിയുള്ള ഒരിടമായി നമ്മളതിനെ വിലയിരുത്തേണ്ടതില്ല. ഒരു ആത്മരതിയല്ല, അതൊരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി അവർക്കിടയിൽ നമ്മളുണ്ട് എന്ന് അറിയിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം പകരുന്ന ഒന്നായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ വിലയിരുത്താം. ആത്മരതിക്കാർക്കിടയിൽ അതല്ലാത്ത ഒരു ബോധ്യപ്പെടുത്തൽ അതാണല്ലോ വേണ്ടത്. കാരണം ഈ ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളെല്ലാം അങ്ങനെ കാണുന്നവരുമുണ്ട്. അതിനിടയിലാണ് സത്യസന്ധമായിട്ടുള്ള ചില നിർവചനങ്ങൾ അതിനു വേണ്ടി കൊടുക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീണ്ടും നമ്മൾക്ക് ഈ പുസ്തകത്തിലേക്ക് തന്നെ വരാം. അതിൽ ഈ ജനാധിപത്യത്തിൻ്റെ സാധ്യത, ഈ വികേന്ദ്രീയാസൂത്രണം ജനാധിപത്യത്തിൻ്റെ സാധ്യത എത്രമാത്രം പൂർണ്ണമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചുരുങ്ങിയ വാക്കുകളിൽ നമുക്കത് പറയാൻ പറ്റും, പക്ഷെ അത് വിശാലമായിട്ട് പറയേണ്ടതാണ്. അത് നല്ലൊരു ചോദ്യമാണ്. ഒരുപക്ഷെ നമ്മളെ കേൾക്കുന്നവർക്ക് കൂടുതൽ അറിയാൻ താല്പര്യവുമുണ്ടാവും. പിന്നെ നമ്മുടെ ഒരു സമയപരിമിതി അത് വിശാലമാക്കാൻ സാധിക്കില്ല. ഏതായാലും ജനാധിപത്യത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് ജനങ്ങളെ ചേർത്ത് പിടിച്ച് ജനങ്ങളെ കൂടെ പങ്കാളിയാക്കി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നേറ്റമാണ്. ഈ ജനകീയാസൂത്രണം നമുക്ക് സമ്മാനിച്ചതും അത് തന്നെയാണ്. ജനാധിപത്യത്തെ എത്രമാത്രം മനോഹരമാക്കാൻ സാധിക്കും എന്നതിൻ്റെ ഏറ്റവും മനോഹരമായൊരു പ്രതീകമാണ്, അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ഒന്നാണ് കേരളത്തിൽ നടപ്പിലാക്കിയ ജനകീയാസൂത്രണ സംവിധാനങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന് കരുത്തു പകരുന്ന, മനോഹാരിത പകരുന്ന ഒരു വലിയ മുന്നേറ്റമാണ് ജനകീയാസൂത്രണം. അത് ഒരു കേരള മോഡൽ തന്നെയാണ്. ലോകത്തിന് നമ്മൾ സമർപ്പിച്ച ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മികച്ച മാതൃകയാണ് കേരളത്തിലെ ജനകീയാസൂത്രണം. അത് ത്രിതല സംവിധാനങ്ങൾ വഴി മനോഹരമായി നടക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. പിന്നെ പലപ്പോഴും പല പരിമിതികളും നെഗറ്റീവുകളും ഒക്കെ പറയാറുണ്ട്, പരാമർശിക്കാറുണ്ട്. അങ്ങനെ തിരുത്തി മെച്ചപ്പെടുത്തേണ്ട ഒന്നാണ്. ഒരു പൂർണ്ണത ഇതിനുണ്ട് എന്ന് നമ്മൾ ആരും അവകാശപ്പെടുന്നില്ല. എങ്കിൽ പോലും ഈ പുസ്തകം കയ്യിലെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സാധ്യതകളെ കുറിച്ച് ബോധ്യമുണ്ടല്ലോ. ഏറ്റവും താഴെ തട്ടിലെ പുതിയ കാലത്തെ സ്പന്ദനം തിരിച്ചറിഞ്ഞ് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ഒരു പൊതുപ്രവർത്തകൻ, ഒരു ജനപ്രതിനിധി പ്രവർത്തിക്കാൻ സന്നദ്ധനാവുകയാണെങ്കിൽ അവൻ്റെ മുന്നിൽ ഈ പുസ്തകം വലിയൊരു സഹായമാകുമെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു ഇലക്ഷന് മത്സരിക്കാൻ പോകുന്നതിന് മുമ്പ് ആ പുസ്തകം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. തീർച്ചയായും അതൊരു വലിയൊരു ഉൾക്കാഴ്ച തരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പുസ്തകം എഴുതാനുള്ള എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്നോടൊപ്പം അവസാനിക്കരുത്. അത് ഇനി ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം ചെയ്യണം. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്നിൽ മാത്രം ഒതുങ്ങുന്നതിന് പകരം അത് ചുറ്റുമുള്ളവർക്ക് ലഭിക്കട്ടെ എന്ന സതുദ്ദേശമാണ് ഈ വികേന്ദ്രീകൃത ആസൂത്രണം എന്ന അടയാളപ്പെടുത്തലിൻ്റെ ഏറ്റവും മുദ്ര. പ്രത്യേകിച്ചും ആ പുസ്തകത്തിൻ്റെ കവർ പ്രകാശനമൊക്കെ ചെയ്ത് മലയാളത്തിൻ്റെ ഏറ്റവും പ്രശസ്തനായ സാഹിത്യകാരൻ ബെന്യാമിനാണല്ലോ. അദ്ദേഹത്തിനും അതിനെക്കുറിച്ചൊക്കെ ഒരു ബോധ്യം ഉണ്ട് എന്ന് വിശ്വസിക്കുക. അതിൻ്റെ അവതാരിക എഴുതിയത് പ്രിയപ്പെട്ട ജനകീയാസൂത്രണത്തിൻ്റെ, നമുക്കറിയാലോ, കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാമായ തോമസ് ഐസക് സാറാണ്. അദ്ദേഹവും അത് മനോഹരമായി ഒരു വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. ഏതായാലും പറയാതെ പോയ ഏതെങ്കിലും പുസ്തകത്തെക്കുറിച്ച്? പറയാതെ പോയത്, നമ്മൾ ഒരു അഭിമുഖം നടത്തുമ്പോൾ എല്ലാ പുസ്തകവും നമ്മുടെ ടേബിളിൻ്റെ മുന്നിൽ ഉണ്ടാവണമെന്ന് സാറ് സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ എല്ലാം കരുതിയിട്ടുണ്ട്. നമ്മൾ വികേന്ദ്രീകൃത ആസൂത്രണ ചിന്തയും പ്രയോഗവും അത് മാത്രം ചർച്ച ചെയ്യേണ്ട ഒരു വലിയ മേഖലയാണ്. അതിലങ്ങോട്ട് ചർച്ചയ്ക്ക് കയറിയാൽ കാട് കയറാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചുരുക്കുന്നത്. പിന്നെ വയനാടൻ വഴി ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ പുസ്തക രൂപത്തിൽ തുടങ്ങിയ സംഭവമാണ്. അതങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ വ്യക്തിത്വ വികാസത്തിന് 30 തത്വങ്ങൾ ഇത് നമ്മൾ പരാമർശിച്ചു പോയി. പിന്നെ മനസ്സ് ശാന്തമാക്കാം, ജീവിത സാക്ഷാത്കാരത്തിൽ എന്ന് പറയുന്ന ഒരു പുസ്തകം. അതെനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ നമ്മുടെ വ്യക്തിത്വ വികാസത്തിന് അതിൻ്റെ മറ്റൊരു തലമാണത്. പിന്നെ നമ്മുടെ വൈകാരികമായ തലങ്ങളെയൊക്കെ സ്പർശിച്ചു പോകുന്ന സാധന സമ്പ്രദായങ്ങൾ, പ്രാണായാമം അടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് മനസ്സ് ശാന്തമാക്കാനുള്ള
കുറേ ടിപ്സാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പ്രായോഗികമായി പരിശീലിക്കേണ്ട സംഭവങ്ങളാണ്. പിന്നെ ഉള്ളത് ഒരു ലെറ്റ്സ് തെറാപ്പി, ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പിയാണ്. താങ്കളുടെ പഠനത്തിന്റെ ഭാഗമായി ഞാൻ തന്നെ രൂപപ്പെടുത്തിയെടുത്ത ഒരു തെറാപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കാണ് അതിൽ പ്രധാനമായും ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഒട്ടേറെ വൈകാരിക വൈകൃതങ്ങളുണ്ട്. ഇതൊക്കെ മാറ്റി എങ്ങനെ സ്വസ്ഥവും ശാന്തവും മനുഷ്യനോട് എങ്ങനെ പുഞ്ചിരിച്ച് മുന്നോട്ട് പോകാമെന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഇതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമായി ഞാൻ വിലയിരുത്തുന്നില്ല. ഇതൊക്കെ നമുക്കും പഠിക്കാൻ വേണ്ടിയില്ല, നമ്മളോട് പറയുന്ന കുറേ കാര്യങ്ങളായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത് രേഖപ്പെടുത്തി പോയി എന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ എന്ന് കരുതി. പിന്നെ രാപ്പാർത്ത നഗരങ്ങൾ പറഞ്ഞല്ലോ, സൂചിപ്പിച്ചല്ലോ, നഗരജീവിതത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. ഇനി പുതിയ പുസ്തക രചനയെക്കുറിച്ച് എന്തെങ്കിലും? നിലവിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഏതായാലും ഈ തിരക്കുകളൊക്കെ കഴിഞ്ഞ് സ്വാഭാവികമായും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഒരു തിരക്കുണ്ടാവും. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഇതൊക്കെ വൈജ്ഞാനിക പുസ്തകങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്ന അതാണ്. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലുമൊക്കെ ഒരുപക്ഷെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലോ അതോ ഇപ്പോഴോ ഈ സർഗാത്മകത തന്നെയാണ് ഇത്, എങ്കിൽ പോലും അനുഭൂതിദായകമായിട്ടുള്ള രചനകളിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. അത്തരം രചനകളിലേക്ക് പോയിട്ടില്ല. പക്ഷെ ഞാൻ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. വളരെ മുമ്പ് ഈ നമ്മുടെ ബാലമാസികകളിലൊക്കെ ചെറിയ ചെറിയ കവിതകളൊക്കെ എഴുതി കൊടുക്കാറുണ്ടായിരുന്നു. അത് പ്രസിദ്ധീകരിച്ചതൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിൽ കട്ടിങ്ങായിട്ട് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കഥകൾ, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ എഴുതാറുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും അങ്ങനെ വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ച് എൻ്റെ വായന എന്ന് പറയുന്നത് വൈജ്ഞാനിക സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ വൈജ്ഞാനിക സാഹിത്യത്തിന് വലിയ സംഭാവനകൾ നൽകിയ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ മലയാളത്തിലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു MPVയുടെ ഗ്രന്ഥങ്ങൾ. പിന്നെ ഇന്ത്യയിലാണെങ്കിൽ രാമചന്ദ്ര ഗുഹയെ പോലെയുള്ള പ്രഗത്ഭരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ. അത്തരത്തിലുള്ള വൈജ്ഞാനിക സാഹിത്യവുമായി ബന്ധപ്പെട്ട വായനയാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. ഞാൻ ഒരു ചെറുപ്പക്കാരൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് വെള്ളമുണ്ട പബ്ലിക് ലൈബ്രറിയുടെ അകത്തളങ്ങളിലാണ്. പുതിയ കാലഘട്ടത്തിലെ ലൈബ്രറി പ്രവർത്തനങ്ങളെക്കുറിച്ച് അതുകൂടി പറഞ്ഞ് നമുക്ക് ഈ അഭിമുഖം അവസാനിപ്പിക്കാം. പുതിയ കാലഘട്ടത്തിലെ ലൈബ്രറി പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പുതിയ കാലഘട്ടത്തിലെ ലൈബ്രറി പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെയും ആത്മധൈര്യത്തിൻ്റെയും ഉറവിടങ്ങളാണ് എന്ന് പറയുന്നതിനാണ് എനിക്ക് താല്പര്യം. കാരണം നമ്മളൊക്കെ പലതിൻ്റെയും പേരിൽ അകന്നുകൊണ്ടിരിക്കുകയാണ്. പലരെയും നമ്മൾ മാനസികമായി വിഭജിക്കുകയാണ് പലതിൻ്റെയും പേരിൽ. ഈ ഘട്ടത്തിലാണ് എല്ലാവരെയും ചേർത്ത് നിർത്തി രാഷ്ട്രീയ, മത, സംഘടന, മുന്നണി, ലിംഗ, വർണ്ണ ഭേദമന്യേ ഒരുമിച്ചൊരു ടേബിളിൻ്റെ ചുറ്റുമിരുന്ന് സംസാരിക്കാനും കുശലം പറയാനും പുസ്തകങ്ങൾ വായിക്കാനും ചർച്ചകൾ സംഘടിപ്പിക്കാനും, അങ്ങനെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഉത്കണ്ഠപ്പെടുന്ന, ആശങ്കപ്പെടുന്ന കുറേ കാര്യങ്ങൾക്കുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് സത്യത്തിൽ ലൈബ്രറികൾ എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഇനി നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ ഛിദ്രതയോ പ്രതിസന്ധികളോ വരികയാണെങ്കിൽ അതിനെതിരെയുള്ള ഏക പ്രതിരോധം എന്ന് പറയുന്നത് ലൈബ്രറികളെ ശാക്തീകരിക്കുക എന്ന് തന്നെയാണ്. ലൈബ്രറികൾ ഒരു സാംസ്കാരിക പ്രതിരോധത്തിൻ്റെ ഇടങ്ങളായി മാറുമ്പോഴാണ് നമുക്ക് ആളുകൾക്ക് ആത്മവിശ്വാസം അതേപോലെ ആത്മധൈര്യം കൊടുക്കാൻ സാധിക്കുക. പുതിയ തലമുറയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ജുനൈദിനെ കാണുന്നത്. എന്നാൽ പോലും പുതിയ തലമുറയ്ക്ക് നൽകാനുള്ള എന്തെങ്കിലും ഉപദേശം ഈ പറയുന്ന ലൈബ്രറി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാകാം. പ്രത്യേകിച്ചും അങ്ങൊരു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ്, ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ നൽകാൻ ഉപദേശം ഉണ്ടാകും. ഉപദേശം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, ഒരു ഓർമ്മപ്പെടുത്തൽ. ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലക്ക് നമുക്ക് ഈ സാഹോദര്യവും ഈ സ്നേഹവും ഈ പരസ്പര സഹവർത്തിത്വമൊക്കെ എന്നും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഒന്നിൻ്റെയും ഭാഗമായി അകലാനുള്ള സാധ്യതകളിലേക്ക് നമ്മൾ പോകരുത്. നമ്മുടെ അറിവ്, നമ്മുടെ അനുഭവം അത് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് പ്രയോജനം ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ പ്രയോജനപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മുടെ സംസാരവും സംവാദവും സഹവാസവും സമ്പർക്കവും ഒക്കെ രൂപപ്പെട്ടു വരണം. ഞാൻ എന്നതിലേക്ക് ചുരുങ്ങുന്നതിന് പകരം നമ്മൾ എന്ന് വിശാലപ്പെടാൻ നമ്മുടെ പുതിയ തലമുറക്ക് സാധിക്കണം.
അത് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രത്യാശ, എൻ്റെ പ്രാർത്ഥന. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നത്. കാരണം മുന്നിലിരിക്കുന്നത് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ തന്നെ കേവലം ഒരു എഴുത്തുകാരനല്ല, അതിലപ്പുറം ഒരു സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനും ഒക്കെയാണ്. പുതിയ തലമുറയ്ക്ക് പ്രചോദനമായി വർത്തിക്കേണ്ട നിരവധി കാര്യങ്ങൾ നമ്മിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. അത് പ്രിയപ്പെട്ട ജുനൈദ് കൈപ്പാണിയിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ കാരുണ്യ പ്രവർത്തനവും അതുപോലെ തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനം കേവലം ഒരു വ്യക്തിയിൽ ഒതുങ്ങാതെ എല്ലാവരിലേക്കും ഒന്ന് പകർത്താൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മലനാട് ചാനലിന് ഇത്തരത്തിലുള്ളൊരു അഭിമുഖം അനുവദിച്ചതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു. പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ജുനൈദ് കൈപ്പാണി എന്ന ബഹുമുഖ പ്രതിഭയെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇത്തരത്തിലുള്ള നിരവധി വ്യക്തിത്വങ്ങൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളമുണ്ട്, എഴുത്തുകാരായും വായനക്കാരായും ഒക്കെ. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വ്യക്തിയുമായി. നമസ്കാരം.